എല്ലാവർക്കും സ്വാഗതം. ഞാനും ഐശ്വര്യയും ഇപ്പോൾ ഉള്ളത് പ്രധാനപ്പെട്ട രണ്ട് വേദികൾ, വേദി 18ഉം 17ഉമുള്ള സെന്റ് ജോസഫ് കോൺവെന്റ് സ്കൂളിലാണ്. ഇവിടെ മിമിക്രി മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ആൺകുട്ടികളുടെ മത്സരം കഴിഞ്ഞിട്ട് ഇപ്പൊ പെൺകുട്ടികളുടെ മിമിക്രി മത്സരം പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ കർണാടക സംഗീതത്തിന്റെ മത്സരം പുരോഗമിക്കുന്നുണ്ട്. അങ്ങനെ 24 വേദികളിലായും മത്സരം പൊടിപൊടിക്കുകയാണ്. വളരെ ഗംഭീരമായി പുരോഗമിക്കുന്നു. അപ്പോൾ ഐശ്വര്യ, എങ്ങനെയാണ് ഈ പോയിന്റ് പട്ടികയിലൊക്കെ മാറ്റങ്ങൾ ഇങ്ങനെ നിമിഷം തോറും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ? ഓരോ ദിവസവും ചർച്ച ചെയ്യാണ് ആര് കപ്പടിക്കും, ആരാണ് മുന്നിൽ. ആദ്യ ദിവസം മിഥുൻ ചേട്ടൻ കുറെ പറഞ്ഞു കൊല്ലമായിരിക്കും ഇത്തവണ എന്നൊക്കെ. രണ്ടാമത്തെ ദിവസം നമ്മൾ നോക്കുമ്പോൾ കോഴിക്കോടായിരുന്നു മുന്നിൽ. ഇപ്പൊ കോഴിക്കോടിനെ കടത്തി വെട്ടി കണ്ണൂരാണ് മുന്നിൽ. 459 പോയിന്റുമായിട്ട് കണ്ണൂരാണ്. പക്ഷെ നമുക്കത് ഉറപ്പിച്ച് കണ്ണൂർ കപ്പടിക്കുമെന്ന് പറയാനുള്ള ഒരു സാഹചര്യമില്ല. കാരണം തൊട്ട് പിന്നാലെ പാലക്കാടും കോഴിക്കോടും ഉണ്ട്. അതായത് 9 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ ഇവർ തമ്മിൽ. ഈ പാലക്കാടും കോഴിക്കോടും 450 പോയിന്റുമായിട്ട് തൊട്ടു പിന്നാലെ ഉണ്ട്. അപ്പം ആര് കപ്പടിക്കും എന്നുള്ളതാണ് ഇപ്പോഴും. നമ്മൾ ഓരോരുത്തർക്കും ഓരോ ജില്ലയിലുള്ള പല ഐറ്റംസ് കാണും. നമ്മൾ അവിടെ പോയി ഓരോരുത്തരും സംസാരിക്കാറുണ്ടല്ലോ. അവരൊക്കെ പറയും അവരുടെ ജില്ല കപ്പടിക്കും, കൊല്ലം കപ്പടിക്കും, അല്ലെ കോഴിക്കോട് കപ്പടിക്കും എന്നൊക്കെ പറയും. പക്ഷെ അതിലൊരു തീരുമാനമാവണമെങ്കിൽ ഇനിയും നമ്മൾ കാത്തിരിക്കണം. ഓരോ ഐറ്റമിന്റെ റിസൾട്ട് വരാൻ. അതെ, നമ്മൾ ഒരു ജില്ലയെ സ്പെസിഫിക് ആയിട്ട് ഇപ്പൊ പറയാറായിട്ടില്ല. കാരണം ഇന്ന് രാവിലെ നമ്മൾ നോക്കിയപ്പോൾ കൊല്ലം 2ാം സ്ഥാനത്തുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ കൊല്ലം ആദ്യം 5-ലേ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ നോക്കുമ്പോൾ കൊല്ലം 1, 2, 3 സ്ഥാനങ്ങളിലൊന്നും ഇല്ല. അപ്പോൾ കൊല്ലം 3ാം സ്ഥാനത്തുണ്ട്. അതായത് ഈ 2ാം സ്ഥാനത്ത് തന്നെയാണ് പാലക്കാടും കോഴിക്കോടും. തൊട്ട് പിന്നാലെ ഉണ്ട് 445 പോയിന്റ്. അതുകൊണ്ട് മിഥുൻ ചേട്ടൻ ഇപ്പോഴും മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളോട്. അപ്പൊ പ്രതീക്ഷ കൈവെക്കാം അല്ലേ? അതെ, കൊല്ലംകാർക്ക്. എന്തായാലും അങ്ങനെയാണ് പോയിന്റ് പട്ടികയിലെ ഈ നിലവിലത്തെ ഒരു സാഹചര്യം. മത്സരം പുരോഗമിക്കും തോറും ഓരോ ജില്ലകളുടെയും പോയിന്റ് നില മാറി പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ചുള്ള അപ്ഡേറ്റുകൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കാം പ്രേക്ഷകർക്ക്. എന്തായാലും ഞങ്ങൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മിമിക്രി മത്സരമാണ് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് ഇനം. ഒരുപാട് കാണികൾ വരുന്ന ഒരു മത്സരം തന്നെയാണ് മിമിക്രി. ഐശ്വര്യ, ഇന്നത്തെ എനിക്ക് തോന്നുന്നു നമ്മൾ ടി വിയിലൊക്കെ മിമിക്രി കാണുമ്പോഴത്തേക്കും എല്ലാവരും പോയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ കലോത്സവ വേദിയിൽ മിമിക്രി വരുമ്പോൾ ഒത്തിരി ആൾക്കാർ മിമിക്രി കാണാൻ വേണ്ടി വരും. ഏതാണ് വേദി, മിമിക്രിയുടെ വേദി അന്വേഷിച്ചൊക്കെ ഒത്തിരി പേര് വരാം. അതെ, ഇന്ന് നമ്മളിവിടെ കണ്ടു ഒരുപാട് ആളുകൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. മുൻപുള്ള മിമിക്രി കലാകാരന്മാർ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ തന്നെ ഈ കലോത്സവങ്ങളിൽ താരങ്ങളായിട്ടുള്ള ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഐശ്വര്യ, എന്താണ് ഇത്തവണത്തെ ഈ മിമിക്രി മത്സരത്തിന്റെ ഒരു പൊതുവിലുള്ള ഒരു അഭിപ്രായം? എങ്ങനെയാണ്? ആ ഒരു പ്രതീക്ഷിച്ച പ്രകടനം എല്ലാവരും കാഴ്ചവെച്ചു എന്നുള്ള വിലയിരുത്തലുണ്ടോ? ഇല്ല എന്നാണ്. അതായത് പൊതു അഭിപ്രായം സാധാരണഗതിയിൽ നമ്മൾ ഈ പറയുന്ന ഒരു ഹൈപ്പ് ഉണ്ടല്ലോ മിമിക്രിക്ക്, അത് അങ്ങനെ പുലർത്താൻ മിമിക്രിക്ക് ഇത്തവണ പറ്റൂ എന്നുള്ള ചോദ്യമുണ്ട്. മാത്രമല്ല ഒരു ആവർത്തന വിരസത ഉണ്ടായിരുന്നു. അതായത് ബീറ്റ് ബോക്സിംഗ് ആണ് കൂടുതൽ പേര് ചൂസ് ചെയ്യുന്നത്. പണ്ട് ഇതിന്റെയൊക്കെ തുടക്ക സമയത്ത് എനിക്ക് തോന്നുന്നു കുറച്ച് പേരാണ് ബീറ്റ് ബോക്സിംഗ് ചെയ്തത്. ഇപ്പോൾ അത് ഭയങ്കരമായിട്ട് എല്ലാവരും ബീറ്റ് ബോക്സിംഗ് ആയി മാറി. അപ്പം ബോറടിച്ചു തുടങ്ങി. ഒരു മിമിക്രി കണ്ട അടുത്തതും സെയിം ഐറ്റം തന്നെ നമ്മൾ കാണേണ്ടി വരുമ്പോൾ കാണുന്നവർക്കും അതൊരു ആവർത്തനമായി പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്ര ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത ഒരു, അല്ലെങ്കിൽ അവർക്കൊരു ഒരല്പം ബോറടിച്ചോ എന്നുള്ളതാണ്. അതെ, എന്തായാലും നമുക്ക് മിമിക്രി മത്സരം ബോയ്സ് വിഭാഗത്തിന്റെ പുരോഗമിച്ചതിന്റെ ചില ദൃശ്യങ്ങൾ, കാഴ്ചകളിലേക്ക് നമുക്ക് പോയിട്ട് വരാം അല്ലേ? യുവാക്കളുടെ കാര്യമായി മാറിയ ഒരു ബുള്ളറ്റ് ശബ്ദം. ഉത്സവ വേദികളിലും മറ്റ് ആഘോഷ വേദികളിലും കണ്ടുവരുന്ന മരണക്കിണർ ബൈക്ക് അഭ്യാസം. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ചീറിപ്പോകുന്ന ഒരു ട്രെയിൻ ഓടുന്ന ശബ്ദം. ഒരു പഴയകാല ഓട്ടോറിക്ഷ ഓടുന്ന ശബ്ദം കിട്ടണം.
begin. 3, 2, 1. അതിന്റെ ദൂരെ നിന്ന് അടുത്ത് വന്ന് ദൂരത്തേക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്. യെസ്, അപ്പൊ അങ്ങനെയാണ് മിമിക്രി വേദിയിലെ കാഴ്ചകൾ. ആവർത്തന വിരസത ഒരു പരാതിയായി പല പ്രേക്ഷകരും പറഞ്ഞു. എന്തായാലും ഇനി പെൺകുട്ടികളുടെ മിമിക്രി പുരോഗമിക്കുകയാണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അത് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം, കാണിച്ചു കൊടുക്കാം. നേരത്തെ ആര്യ പറഞ്ഞതുപോലെ പഴയ മിമിക്രി താരങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് എടുത്തു പറയേണ്ടത് പണ്ട് ഇവിടെ താരമായത് 2015, 16, 17 ആ കാലഘട്ടത്തിൽ മിമിക്രി ഐറ്റത്തിൽ തന്നെ താരമായിരുന്ന ആദർശിനെ കുറിച്ചാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അപ്പം ആദർശ് ഇന്നത്തെ പുതിയ താരങ്ങളെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മിമിക്രി മത്സരങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളെല്ലാം ആദർശ് നമ്മളുടെ എൽദോ പോൾ പുതുശ്ശേരിയുമായിട്ട് പങ്കുവെച്ചിട്ടുണ്ട്. അപ്പോൾ ആദർശിന്റെ വിശേഷങ്ങൾ കണ്ടിട്ട് തിരികെ എത്താം.